എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ മണ്ഡലം അത് കെ ബാബു ആണ് ഇപ്പോൾ നിലവിൽ അവിടെ MLA. സ്വരാജായിരുന്നു എതിർ സ്ഥാനാർത്ഥി 2021. 2016 സ്വരാജ് ജയിച്ച മണ്ഡലം. ഇനി ബാബു ഒരുപാട് കാലം MLA ആയിട്ട് കെ ബാബു ഒരുപാട് കാലം MLA ആയിട്ട് നിന്ന മണ്ഡലം കൂടെയാണ്. അവിടെ ഇനി കെ ബാബുവിന് ഒരു സാധ്യതയുണ്ടോ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്? അല്ല, ഈ കെ ബാബുവിനെ സംബന്ധിച്ച് കെ ബാബു ഇനി ഒരിക്കൽ കൂടി അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത കുറവാണ്. കാര്യം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഒരിക്കൽ കൂടി ഈ തൃപ്പൂണിത്തുറ മണ്ഡലം ചർച്ചയിലേക്ക് വന്നത് എങ്ങനെയെന്നറിയോ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വരാജ് ഇവിടെ തോറ്റ കഥയൊക്കെ ചർച്ചയിൽ വന്നു. അപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തെ സംബന്ധിച്ച് എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലമാണ്. കോൺഗ്രസിന് നമ്മൾ പലപ്പോഴും സംസാരിച്ചോ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന് ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ആ വോട്ട് ബാങ്കാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അത്തരത്തിൽ വോട്ട് ബാങ്കുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന തൃപ്പൂണിത്തുറ. അവിടെയാണ് സ്വരാജ് ജയിച്ചത്. സ്വരാജിനെ പോലൊരു നായർ കാൻഡിഡേറ്റ് ഈഴവ വോട്ട് കുറേയധികം ഉള്ളൊരു സ്ഥലം കൂടിയാണ് തൃപ്പൂണിത്തുറ. അവിടെ ഈ കെ ബാബു ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ജയിച്ചു എന്ന് പറയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നിയത് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ആ കേസ് ഇപ്പോഴും നിൽക്കുന്നുണ്ടാകുന്നുണ്ട്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അതെ, ഈ സ്വരാജിന്റെ പരാമർശം, അതായത് ബാബുവിന്റെ വോട്ട് ഈ പറയുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സ്ലിപ്പിനൊപ്പം തന്നെ ചിഹ്നത്തിനൊപ്പം തന്നെ അയ്യപ്പന്റെ ചിത്രവും കൂടെ വെച്ചുകൊണ്ടൊക്കെ തന്നെയാണ് കൊടുത്തത്. തുച്ഛമായ വോട്ടിനാണ് ബാബു അന്ന് അവിടുന്ന് ജയിച്ചത്. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ തൃപ്പൂണിത്തുറയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ബാബു മാത്രമല്ല, ഇടതുപക്ഷത്ത് നിന്ന് നേരത്തെ വി വിശ്വനാഥമേനോൻ എന്ന EK നയനാർ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന വിശ്വനാഥമേനോൻ എന്ന ഒരു പ്രമുഖനായ വ്യക്തി, അതായത് വിശ്വനാഥമേനോൻ മന്ത്രിയായിരുന്നു, പാർട്ടിയുടെ ഒരു വലിയ ആളായിരുന്നു. തൃപ്പൂണിത്തുറയിൽ നിന്ന് അദ്ദേഹം ജയിച്ചിട്ടുണ്ട്, വി വിശ്വനാഥമേനോൻ. വിശ്വനാഥമേനോന് ശേഷവും അതായത് ഇടതിനും വലതിനും മാറി മാറി പിന്നെ ഇത് കൊടുത്ത ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അപ്പോൾ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് ഇപ്പോൾ ബാബു അല്ല മത്സരിക്കുന്നു എന്നുണ്ടെങ്കിൽ മറ്റൊരു നേതാവിനെ കണ്ടെത്താൻ കോൺഗ്രസ് വിഷമിക്കും എന്നുള്ള വേറൊരു വസ്തുതയാണ്. കാര്യം ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കേട്ടെന്ന് വെച്ചാൽ, കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഈ പറയുന്ന ഇലക്ഷൻ എന്ന് പറയുന്നത്, ഈ VD സതീശൻ പറയുന്നത് 100 സീറ്റ് ജയിക്കുമെന്ന് പറയുമ്പോൾ വ്യക്തമായൊരു പ്ലാന് സീറ്റ് നിർണ്ണയത്തിൽ ഇവർക്ക് വേണം. വ്യക്തമായൊരു പ്ലാൻ വേണ്ടപ്പോൾ ഇവർ തന്നെ പലരെയും മണ്ഡലങ്ങൾ മാറണമെന്നും ലീഗ് പറയുന്നുണ്ട്, ലീഗിൻ്റെ മണ്ഡലം വെച്ച് മാറണമെന്നും. അത് നമ്മൾ ഇന്നലെ സംസാരിച്ച കളമശ്ശേരിയുടെ വിഷയം പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ലീഗുമായിട്ടും കോൺഗ്രസിനകത്ത് വേറെ ഏതെങ്കിലും ഘടകകക്ഷികളുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ സീറ്റൊക്കെ വെച്ചു മാറി കോൺഗ്രസിന് എന്ത് വന്നാലും ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു 50 പേരെങ്കിലും അവരുടേതായ MLA വേണം. അതിലുൾപ്പെട്ടത് ഈ തൃപ്പൂണിത്തുറ എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ഇപ്പം കഴിഞ്ഞ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ, കോൺഗ്രസ് ഭരിച്ച് UDF ഭരിച്ച് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോഴും എറണാകുളം ആ ജില്ല അവരെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. അതിൽ തൃപ്പൂണിത്തുറയും പെടും. അപ്പോൾ അതുകൊണ്ട് തൃപ്പൂണിത്തുറ ബാബു അല്ലാതെ മറ്റൊരാളെ നിർത്തുക എന്നുള്ളത് അവർ കണ്ടെത്തേണ്ടതാണ്. ബാബു മത്സരിക്കുന്ന വെച്ചാൽ ബാബുവിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത് സ്വരാജ് ചിലപ്പോൾ നിലമ്പൂർ തന്നെ പോകണമെന്നില്ല, ചിലപ്പോൾ സ്വരാജ് വീണ്ടും ഇവിടെ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടാവും. പിന്നെ തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ കുറേ ടൗൺഷിപ്പൊക്കെ ഉള്ളൊരു സ്ഥലം, കുറേ നഗരവാസികളുള്ളൊരു സ്ഥലവും കൂടെയാണ്. ഒരു പ്രത്യേക പിന്നെ ഞങ്ങൾ ഈ തിരുവനന്തപുരത്തെ നമ്മുടെ പേരൂർക്കട തിരുവനന്തപുരത്തെ നമ്മുടെ വെള്ളയമ്പലം, ശാസ്താമംഗലം എന്നൊക്കെ പറയുന്ന സ്ഥലം പോലെ തന്നെയുള്ളൊരു സ്ഥലം തന്നെയാണ് എറണാകുളത്തെ തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ SNDP വോട്ടൊരു വലിയ ഘടകമാണ്. അപ്പോൾ ബാബുവിനെ അല്ലാതെ മറ്റൊരാളെ അവിടെ നിർത്താനായി കോൺഗ്രസ് തീരുമാനിക്കേണ്ടി വരും. അത് ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥി സ്വരാജ് ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ തന്നെയും എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന് ഷുവർട്ടിയുള്ള, അതായത് ഉറപ്പുള്ള സീറ്റുകളിലൊന്നായ തൃപ്പൂണിത്തുറ അവർ വിടാതിരിക്കാൻ കോൺഗ്രസിന് നല്ല പെടാപ്പാട് പണിയെടുക്കേണ്ടി വരും. പിന്നെ SNDP വോട്ടൊക്കെ കഴിഞ്ഞ തവണ ബാബുവിനൊരു വ്യക്തിത്വം കൂടെ ഉണ്ട്. കെ ബാബുവിനെ സംബന്ധിച്ച് ബാബുവിന് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഒരുപാട് വിജിലൻസ് കേസ് അന്വേഷണമൊക്കെ നേരിട്ടൊരാളാണ്. ബാബുവിന് ഒരുപാട് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി അദ്ദേഹം ബലിയാടായെന്നും പറയുന്നുണ്ട്. കാര്യം ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ഒരാളാണ് KC ജോസഫ് MLA യും ഈ കെ ബാബുവൊക്കെ. അപ്പോൾ ആ പറയുന്ന രീതിയിൽ ഉമ്മൻചാണ്ടി പ്രതി ചേർക്കപ്പെടേണ്ട പല കേസുകളും ഇദ്ദേഹത്തിന് ഇപ്പോൾ സോളാർ വിഷയത്തിലും തുടങ്ങിയിട്ട് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ബാബു എക്സൈസ് മന്ത്രിയായിരുന്നതാണ്. അപ്പോൾ ബാബുവിന് എക്സൈസിൽ തന്നെ ഈ ബാറുകൾ അനുവദിച്ചു കൊടുത്ത കേസിലൊക്കെ തന്നെ ബാബുവിനെതിരെ വലിയ അലിഗേഷൻ ഉണ്ടായിട്ടുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ വളരെ വലിയ അലിഗേഷൻ ഉണ്ടായിട്ടുണ്ട്. കാര്യം എക്സൈസ് എന്നൊക്കെ പറയുന്ന തൊട്ടപ്പൊള്ളുന്ന വകുപ്പാണ്. അതൊക്കെ ബാബുവിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബാബുവിന് പ്രത്യേകിച്ച് ഈ ബാർ മുതലാളിമാരെന്നൊക്കെ പറയുന്ന SNDP കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഇപ്പോൾ രാജധാനി
ഗ്രൂപ്പ്, ഈ പറയുന്ന ബിജു രമേശ് തുടങ്ങിയിട്ടുള്ളവരൊക്കെ ബാർ കോഴ അഴിമതി കേസ് മാണി സാറിനെതിരെ വരുമ്പോൾ അതിലുമൊക്കെ ബാബുവിൻ്റെ പേര് പൊങ്ങി വന്നതാണ്. അങ്ങനെ ആ വിജിലൻസ് കേസ് കാലഘട്ടമാണല്ലോ ആ കാലഘട്ടം. അതെ അതെ. അപ്പോൾ ആ 2011-16 കാലഘട്ടം എന്ന് പറയുന്നത് ബാബുവിന് നിറയെ കേസുകളുണ്ട്. ആ കേസുകളെയൊക്കെ അതിജീവിച്ചാണ് ബാബു വീണ്ടും സ്ഥാനാർത്ഥിയായത്. അതിനും വിരോധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പാർട്ടിക്കകത്ത് തന്നെ. ഇപ്പോൾ വരുമ്പോ അതിനെ സ്വീകരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. മഹിളാ കോൺഗ്രസ്സുകാർക്കും ആ സീറ്റിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അതും ആ സാധ്യത ഇനി തള്ളിക്കളയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ അതവർക്ക് കൊടുക്കേണ്ടി വരും. കാര്യം ഇപ്പോൾ മീര പറഞ്ഞ പോലെ തന്നെ പാർട്ടിക്കകത്ത് അദ്ദേഹം എക്സൈസ് മന്ത്രി ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ആളായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടിയതും. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ത്രയങ്ങൾ എന്നൊക്കെ പറയും, ഉമ്മൻചാണ്ടിക്ക് ഒപ്പം നിന്ന ആൾക്കാർ പെട്ട ആളാണ്. KC ജോസഫ്, ബാബു, പിന്നെ നമുക്ക് വേറെ പറയാം ഈ ബെന്നി ബെഹനാനെയും ആന്റണിയും പോലെയൊന്നുമല്ല. ബാബു ഒക്കെ മനസ്സ് കൊടുത്ത് തന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് ഒപ്പം നിന്ന് അവസാന കാലം വരെ. അദ്ദേഹം ഈ ബാർക്കോഴ കേസ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു ശരിക്കുള്ള ചരിത്രം നോക്കുമ്പോഴത്തേക്ക് KM മാണിയെ മുഖ്യമന്ത്രിയാക്കാനായി ഒരു വേള കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ടീം, കാര്യം അന്ന് വെറും 2 സീറ്റോ 3 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. അത് CPM-നകത്ത് തന്നെ VS ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ആകാതിരിക്കാൻ വേണ്ടി നടന്ന കളിയുടെ ഭാഗമായിട്ടാണ് പാറശാലയും മണലൂരും പിറവത്തും തുലോം തുച്ഛ വോട്ടിന് ഈ പറയുന്ന രീതിയിൽ ഇവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ആർക്ക്? TM ജേക്കബിനും ഒരു രാമനും പിന്നീട് ജോർജിനും, തിരുവനന്തപുരത്ത് ജോർജിനും ഒക്കെ ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ജയിച്ച MLA-മാരെ മനഃപൂർവ്വം CPM കളിച്ചാണ് ആയത്. അതിനകത്ത് CPM-നകത്ത് നല്ല വ്യക്തമായ കളിയുണ്ട്. എന്നിട്ട് അതിനെ മറികടക്കാനായിട്ടാണ് മാണി ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളവർ, മാണിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവുക എന്നുള്ളത്. അങ്ങനെ അത് കോടിയേരി ബാലകൃഷ്ണൻ്റെ ബുദ്ധിയായിരുന്നു. അങ്ങനെ മാണി മുഖ്യമന്ത്രി ആയാൽ അത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് സഹിക്കില്ല. കാര്യം കോട്ടയത്ത് 2 കോൺഗ്രസ്, കേരള കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിനോളം വലിപ്പമുണ്ട്. പാലായിലെ മാണി സാർ എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയോളം വലിപ്പമുണ്ട്. അത് അവർ തമ്മിൽ അങ്ങനെ ഒരു വലിപ്പത്തിൻ്റെ ഒരു പ്രശ്നം അവർക്ക് തമ്മിൽ ഉണ്ടായിരുന്നു. കാര്യം കേരള കോൺഗ്രസിനെ ഒരിക്കലും ഉമ്മൻചാണ്ടി അംഗീകരിച്ചിരുന്നില്ല. അതുപോലെ തിരിച്ച് ഇവരുടെ കോൺഗ്രസിനെ അവിടെ കേരള കോൺഗ്രസ് മാണിയും അംഗീകരിച്ചിരുന്നില്ല. അപ്പം മാണി സാറ് മുഖ്യമന്ത്രിയായാൽ സഹിക്കില്ല. അതുകൊണ്ടാണ് ഈ ബാർക്കോഴ എന്ന് പറയുന്നത് തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കഥയാണ്. അത് ഇനിയിപ്പോൾ ബിജു രമേശ് എന്തെങ്കിലും ആത്മകഥ എഴുതുമ്പോൾ ആ സത്യമൊക്കെ എഴുതുമെന്ന് നമുക്ക് കരുതാം. കാര്യം അതിൽ വൻ ഒരു ട്രിക്ക് അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. കാര്യം അങ്ങനെയാണ് ഈ ബാബു ഒക്കെ കേസിൽ പെടുന്നത്, വിജിലൻസ് കേസിലൊക്കെ പെടുന്നത്. അപ്പോൾ വിജിലൻസ് കേസിൽപ്പെട്ട ബാബു ഒക്കെ ഈ രോഗത്തിന് അടിമയായി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു എന്തോ വളരെ വലിയ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത്. കാര്യം അദ്ദേഹത്തിന് മാനസികമായി തളർത്തിക്കളഞ്ഞു ഈ കേസൊക്കെ തന്നെ ബാബുവിനെ. ബാബു എത്രയെങ്കിലും നാളെ സഭാ സമ്മേളനം കൂടുന്ന അവസരത്തിൽ ഈ അവസരത്തിൽ തന്നെ ബാബു ശരിക്കും സഭയിൽ പോലും വരാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അത്ര കണ്ട് ആരോഗ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ ഒക്കെ കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ പറയുന്ന രീതിയിൽ ബാബുവിനെ ഒരു വേള കോൺഗ്രസ് ഒരിക്കൽ കൂടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ തൃപ്പൂണിത്തുറ സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മുടെ കേരള ഒരു നിർണായക ഘടകമാണ്. എറണാകുളം ജില്ല വരുന്ന സമയത്ത് അത് ഒന്നുകൂടെ കടുക്കാനുള്ള സാധ്യതയുണ്ട്. എറണാകുളം ജില്ല ചെറിയ വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ ജയിക്കുന്നത്. അതിന്റെ മുൻപ് സ്വരാജ് ജയിക്കുന്നതും 5000 താഴെ. അങ്ങനെ അപ്പം ഇതും 1000-ന്റെ അടുത്ത് വരുന്ന. മീര പറയുന്ന പോലെ ബാബു അല്ല മത്സരിക്കുന്നെങ്കിൽ മഹിളാ കോൺഗ്രസ് എന്ന ഒരാളെ തീർച്ചയായിട്ടും കൊണ്ട് നിർത്തേണ്ടി വരും. അതിനുള്ള സാഹചര്യം ഉണ്ട്. എന്തായാലും അതിനുള്ള പ്രഷർ വരാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീ MLA-മാര് അങ്ങനെ വരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. ഒരു വനിതാ പ്രാതിനിധ്യം വേണം സഭയ്ക്കകത്ത്. എന്തായാലും നമുക്ക് ഈ പറയുന്നത് പോലെ എറണാകുളം ജില്ല ഇന്നുവരെയും കോൺഗ്രസിനെ കൈവിടാത്ത ജില്ലയാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കളമശ്ശേരി പറഞ്ഞെങ്കിൽ തൃപ്പൂണിത്തുറ ഒരു പരിധിവരെ കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയുണ്ട്. അത് അവരുടെ സ്ഥാനാർത്ഥി നിർണയം പോലെ ഇരിക്കും. ബാബുവല്ല ഇനി മറ്റാരാണെങ്കിൽ തന്നെയും സ്ഥാനാർത്ഥി മഹിളാ കോൺഗ്രസ് ആണ് സീറ്റ് ചോദിക്കുന്നത്. നിരവധി പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം.